കൊച്ചി അയ്യപ്പൻകാവിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ. പോസ്റ്റ്മോർട്ടത്തിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥിയെ നായ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഈ തെരുവ് നായ നിരവധി പേരെ ആക്രമിച്ചിരുന്നോ? പലർക്കും കടിയേറ്റിരുന്നല്ലോ, നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഒരാളെ ഈ തെരുവ് നായ ആക്രമിക്കുന്ന. അപ്പോൾ ആശങ്കയുണ്ടോ ആ മേഖലയിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും നഗരസഭാ കൗൺസിലർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന നായ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അയ്യപ്പൻകാവിൽ നടന്നുപോയ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലേക്ക് ആക്രമിച്ചത്. ഈ വിദ്യാർത്ഥിയെ കൂടാതെ തന്നെ ഏതാണ്ട് 5ഓളം പേരെ ഈ നായ ആക്രമിച്ചിരുന്നു. പിന്നീട് ഈ നായ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മരണത്തിനെ തുടർന്നുണ്ടായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ നായയ്ക്ക് റാബീസ് പോസിറ്റീവായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ നായ മറ്റ് നായകളെയും ഇത്തരത്തിലേക്ക് ആക്രമിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രദേശവാസികൾ കൃത്യമായി ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5ഓളം പ്രദേശവാസികൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാക്കണമെന്നും ഇപ്പോൾ നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും നായ്ക്കളെ സൂക്ഷിക്കണമെന്നും പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഈ ദൃശ്യങ്ങൾ കൊച്ചി അയ്യപ്പൻകാവിൽ നിന്നുള്ളതാണ്. അവിടെ ആളുകളെ ആക്രമിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അത് വിദ്യാർത്ഥിയെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് അഞ്ചിലധികം ആളുകളെ ഈ തെരുവ് നായ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പരിശോധനയുടെയൊക്കെ കൂടുതൽ സാധ്യത അവിടെ വേണ്ടിവരും. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിക്കുന്നുണ്ട്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.